ഹായ് ഫ്രണ്ട്സ്, ചർമ്മത്തിൻ്റെ തിളക്കത്തിനും ആരോഗ്യത്തിനും വേണ്ടി ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് 2 ടൈപ്പ് ജ്യൂസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇത് തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇത് തോല് കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ചെറുതായി പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം 2 ചെറിയ കഷ്ണം സിനമൺ സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി വേവിച്ചെടുക്കുക. ഞാനിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്, പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാരയെ ഇടുന്നുള്ളൂ. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ ഈ ഏലക്കായും സിനമണൊക്കെ ഇട്ടതുകൊണ്ട് നല്ല മണം വരുന്നുണ്ട്. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി അരിച്ച് മാറ്റി വെച്ച കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തണുപ്പിച്ച് കുടിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ബീട്രൂട്ട് വേവിപ്പിക്കുമ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടതായിരുന്നു. ഇതിപ്പോൾ നല്ല മധുരമുള്ള ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ആവശ്യമെങ്കിൽ പഞ്ചസാര ചേർത്ത് കഴിക്കാം. നമ്മളിപ്പോൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് കൂടുതൽ പഞ്ചസാര ചേർക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഹണി കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഹണിയും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കും. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ബീട്രൂട്ട് കൊണ്ട് ഒരു 10 ഗ്ലാസ് വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സാധാരണയായി കുട്ടികളൊന്നും ഈ ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടില്ലല്ലോ ചിലവർക്ക്. അതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല ഇത് ബീട്രൂട്ട് ജ്യൂസാണെന്ന്. അവർ കുടിച്ചോളും. ഇനി വേറെ ഒരു ടൈപ്പ് ജ്യൂസും കൂടി ഉണ്ടാക്കാം. മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വേവിച്ച് വെച്ച് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, കൂടുതൽ വേണ്ട. ഇതിലേക്ക് 1 ഗ്ലാസ് നല്ല തണുത്ത പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ പഞ്ചസാര ഇടാം. ഞാനിതിപ്പം പഞ്ചസാര ഇടുന്നില്ല, കാരണം ഇത് പഞ്ചസാര ഇട്ട് വേവിച്ച ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് മധുരമുണ്ട്. അതുകൊണ്ട് ഞാനിതിന് പഞ്ചസാര എക്സ്ട്രാ ചേർക്കുന്നില്ല. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ ഒരു ജ്യൂസിന് നല്ല ടേസ്റ്റാണ്. അങ്ങനെ രണ്ടാമത്തെ ജ്യൂസ് റെഡിയായി. ഇതിൽ ഏലക്കയും സിനമൺ സ്റ്റിക്കും ഇട്ടതുകൊണ്ട് ഒരിക്കലും ഇത് ബീട്രൂട്ടാണെന്ന് മനസ്സിലാവുകയില്ല. ബീട്രൂട്ട് ചർമ്മത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനും ഇതിൽ കൂടുതൽ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്.
Okay friends, bye bye. Thank you for watching.